ഇത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റുമ്പോൾ ഉള്ള ഒരു കാഴ്ചയുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ഓ സൂപ്പർ സൂപ്പർ. എൻ്റെ പൊന്നെ, ഒരു വെറൈറ്റി റൂം കേട്ടോ. ഓ മലയാളിയെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചേട്ടാ സാധനം കയ്യിലുണ്ടോ? കയ്യിലുണ്ട്. ആ ഒരു മലയാളിയെ കണ്ടുപിട്ടി കേട്ടോ. നമ്മുടെ ട്രഡീഷണൽ കോഡായ സാധനം കയ്യിലുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. സ്വർഗത്തിൽ താമസിക്കുന്ന പോലെ തോന്നല്ലേ? ഓട്ടോ കുതിര ചാടുന്നുണ്ടോ? കുതിര ചാടി അവിടെ നിന്ന് ഓടിച്ചതാ കേട്ടോ. നോക്കി എന്നാ വിഷ്വലാന്ന് നോക്കി. കുതിരയൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ അതിൽ നടക്കുക. അതെ സത്യം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ ഇന്ന് ദാൽ ലേക്കിനോട് വിട പറയുകയാണ്. ശരിക്കും ദാൽ ലേക്ക് നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതെ, ഇതുപോലൊരു അറ്റ്മോസ്ഫിയറും നിങ്ങൾക്ക് പുറകിലോട്ടൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു മൂഡും കാര്യങ്ങളും ഒക്കെ. അപ്പം ശരിക്കും നമ്മൾ മിസ് ചെയ്യും. ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു അല്ലേ? നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ ചെറിയ വെയിലും കാര്യങ്ങളും ഉണ്ട്, എന്നാലും ആ ചൂട് ഒരു സുഖമാണ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീൽ തരുന്നതാണ് അല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റൈഡിംഗ് ക്ലബ്ബ് നമ്മുടെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അവർ എയർപോർട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ദാൽ ലേക്കിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് നമ്മളെ പിക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പോയി RT-PCR എടുക്കണം. കാരണം അവിടെ നമുക്ക് റൈഡ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ RT-PCR ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കണം. ടെസ്റ്റ് ചെയ്തതിന് റിപ്പോർട്ട് കാണിച്ചാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്കിവിടെ ശ്രീനഗർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നമ്മൾ RT-PCR എടുക്കുന്നത്. അപ്പം ഉടനെ നമ്മളിപ്പം പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മളൊരു വലിയ എഫേർട്ട് എടുക്കാൻ പോവാണ്. ഇത് കണ്ട എഫേർട്ടൊന്നും അല്ല കേട്ടോ, വലിയ എഫേർട്ടാണത്. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇനി സമയം കളയണ്ട, നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഞങ്ങൾ RT-PCR എടുക്കാൻ പോവാം കേട്ടോ. നടന്നു പോകാമെന്ന് കരുതി. വേറൊരു കാര്യം ശ്രദ്ധിച്ചോണേ, ഇവിടെ ആർക്കെങ്കിലും മാസ്ക് ഉണ്ടാവും ശ്രദ്ധിച്ചോണേ. അതെ, ഇവിടെയൊന്നും കൊറോണ ഇല്ല കേട്ടോ. കൊറോണ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അറിയത്തില്ല കേട്ടോ. പക്ഷെ നമ്മൾ ആശുപത്രി തിരക്കിയപ്പോൾ അവരങ്ങനെ പറഞ്ഞില്ല. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നമ്മൾ മാസ്ക് വെച്ചുകൊണ്ട് നടന്നാണല്ലോ, അവർ നമുക്കെന്തോ അസുഖമാണെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ടേ, ഈ കശ്മീരി പീപ്പിൾസിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ഇവർക്ക് അവർ നമ്മളിവിടുത്തെ പോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ KFC ബാർബിക്യൂ അങ്ങനത്തെ സംഭവമൊന്നും ഇവിടെ ഇല്ല. സത്യം കേട്ടോ. ഇവരുടെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഷോപ്സും കാര്യം. ഇവിടെ KFC ബാർബിക്യൂ ഒന്നുമില്ല. പിന്നെ ഇവരുടെ ശരീരമൊക്കെ എന്ന് പറഞ്ഞാണല്ലോ ഭയങ്കര ഫിറ്റാ. എല്ലാവർക്കും 6 പാക്കും കാര്യങ്ങളൊക്കെ. പഴയ രീതിയിലുള്ള കടകളും സ്ട്രീറ്റും അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ കൂടുതലും കേട്ടോ. ഒന്നും മോഡേൺ ആയിട്ടുള്ള കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം പഴയ രീതിയിലാണ് കേട്ടോ. ബോക്സ് പെട്ടിയൊക്കെ ഉണ്ടാക്കുന്ന കട, നാഷണൽ ഹോട്ടൽ, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഇവിടെ ഒരു മലയാളിയെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചേട്ടാ സാധനം കയ്യിലുണ്ടോ? കയ്യിലുണ്ട്. ഒരു മലയാളിയെ കണ്ടുപിട്ടി കേട്ടോ. നമ്മുടെ ട്രഡീഷണൽ കോഡായ സാധനം കയ്യിലുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ പേരെന്നാ? പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. സൗത്ത് ഇന്ത്യനെ, മദ്രാസി, കേരള. അത് ശരി. എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. പേരെങ്ങനെയാ? ഷബീബ്. ഷബീബ് അല്ലേ? നാട് മലപ്പുറം അല്ലേ? കൊള്ളാം. എത്ര ദിവസം പരിപാടിയാ? ആണോ? ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചുകൊണ്ട്. ഓ ശരി. എന്നാൽ ശരി, കാണാം. നമ്മളങ്ങനെ മലയാളികളെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നൈസായിട്ട് ചോദിക്കും, ചേട്ടാ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. മലയാളികളാണ് റെസ്പോണ്ട് ചെയ്യും, സാധനം കയ്യിലുണ്ടെന്ന് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ അവരങ്ങ് നടന്നു പോകും. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടോ. ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അത് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലും ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലും എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാലോ. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെ വന്നു. 2 OP ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കും കിട്ടി, അരുണും കിട്ടി. ഇത്രയും വലിയ OP ടിക്കറ്റാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ തീരെ ചെറിയ സാധനമാണ്. അത് ഇതുകൊണ്ടോ, ഇത് വലിയ ചാർട്ട് പേപ്പറിൽ അടിച്ച് തന്നിരിക്കുക കേട്ടോ. അടിച്ചല്ല, പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം
ഇങ്ങനെ എഴുതിയേക്കാണ്. ഒരു കയറുവാണേ. ഇതാണ് ഇവിടുത്തെ കാശ്മീരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. റൂം നമ്പർ 1 വന്നു നമ്മൾ. അരുൺ ദേത് അവിടെ കൊടുക്കുന്നുണ്ട്. കൊറോണ പേഷ്യൻസ് ആണോ എന്തൊന്നും അറിയത്തില്ലല്ലോ. ആണെന്ന് തോന്നുന്നതേ എടുത്തുകൊണ്ടൊക്കെ പോരുന്നുണ്ട്. അങ്ങനെ ഏതാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇവിടെ ഡോക്ടറെ കാണാനുള്ള ക്യൂ ആണിത്. ആർട്ടിഫിഷ്യൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണിത്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടുന്ന് ചിലപ്പോൾ കൊറോണ മേടിച്ചുകൊണ്ട് പോരേണ്ടി വരും. പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നടന്ന് ഉടമ്പരം വന്നപ്പോൾ അവർ പറയാം ഇവിടെ ആർട്ടിഫിഷ്യൽ ചെയ്യത്തില്ല, നിങ്ങൾ പ്രൈവറ്റിൽ പോയി ചെയ്യുക, അവിടെ ചെയ്യത്തില്ലെന്നാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പ്രൈവറ്റിലോട്ട് പോവാം നടന്ന്. ഇനി അത് കുറേ ദൂരം പോകണം. ഒരു രസത്തിന് നടക്കാൻ ഇറങ്ങിയതാ. അയ്യോ, രസത്തിന് നടക്കാൻ ഇറങ്ങിയാ? അയ്യോ, ഒന്നും പറയണ്ട കേട്ടോ. 4-5 കിലോമീറ്റർ ആയല്ലേ? 4-5 കിലോമീറ്റർ ഞങ്ങൾ നടന്നു. എന്തായാലും വളരെ മോശം അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇത് ഓട്ടോക്കാരനെ ഇനി നമ്മളെ എത്ര രൂപ മേടിക്കുന്നത് കണ്ടറിയാം. ഓട്ടോ നമ്മൾ വിളിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. अमर सिंह कॉलेज का जी हाँ कितना रुपए 120 റുപ്പീസ് ഓട്ടോ കൂല. എന്നാലും കുഴപ്പമില്ല, ഇവിടെ തൊട്ടടുത്തായിരിക്കും കേട്ടോ. തൊട്ടടുത്തായിരിക്കും ഈ ഹോസ്പിറ്റല്. പക്ഷെ 120 രൂപ ചാർജാണ്. ഇന്നലെ മിനിമം ചാർജ് നമ്മൾ 150 മേടിച്ചല്ലേടാ. ഇന്നലെ ഞങ്ങളെ 150 രൂപ മിനിമം ചാർജ് മേടിച്ചല്ലോ ഓട്ടോക്കാരൻ. മിനിമം ചാർജ് അതാണ്, പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവരുടെ നാട്, അവർ പറയുന്ന സംഭവം നമ്മളമ്മ കൊടുത്തു. സംസ്ഥാന ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ആർട്ടിഫിഷ്യൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. നമ്മളൊരു 400 രൂപ ലാഭിക്കാൻ നോക്കിയതാണ്. ഇതിൽ നമ്മൾ നടന്ന് ഞങ്ങളുടെ ഇടപാട് തീർന്നു. ഊപ്പാട് ഇറങ്ങി. റിപ്പോർട്ട് നാളെ കിട്ടും അല്ലേ? 8 മണിയൊക്കെ ആകുമ്പോൾ കിട്ടുമെന്നാണ്. അപ്പം 8 മണിയൊക്കെ ആകുമ്പോൾ റിപ്പോർട്ട് കിട്ടും. എന്തായാലും അത് നെഗറ്റീവ് ആയാൽ മതിയായിരുന്നു. നെഗറ്റീവ് ആയിരിക്കും കേട്ടോ, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമല്ല ഇതുവരെ. പിന്നെ ഇനി നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. റൂമിൽ പോയി നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകും കേട്ടോ. ഞങ്ങൾ ഈ ഹോം സ്റ്റേയുടെ ഇവിടെ പറയാം കേട്ടോ. അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാം. എന്തായാലും നല്ല കുറേ ഓർമ്മകൾ തന്ന ഒരു ഹോം സ്റ്റേ ആയിരുന്നു ഇത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കണം. അവിടെ നമ്മുടെ റൈഡിംഗ് ക്ലബ്ബ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണം. ഇതാണ് നമ്മുടെ ഭയ്യാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നത്. മുബാരിക് എന്ന് പറഞ്ഞ ഭയ്യാണ് നമ്മളെ സോൻമാർഗിലേക്ക് എത്തിക്കുന്നത്. ഭയ്യ കിतना കിലോമീറ്റർ 90 kilometers 90 കിലോമീറ്റേഴ്സ് നമ്മൾ പോകണം. എത്ര മണിക്കൂർ എടുക്കും? ഇപ്പം 1/2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇറങ്ങാനാണ് പറഞ്ഞത്. 2:30 ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 6 മണിയോടുകൂടി നമ്മളൊരു 6 മണിയോടുകൂടി സോൻമാർഗിലെത്തും. അപ്പം നമുക്ക് അടിച്ച് പൊളിച്ച് ഭയ്യയോടെ പോകാം. അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് സോൻമാർഗിലേക്ക് പോകാനായിട്ട് തുടങ്ങി. ഞങ്ങൾ വണ്ടിയെ കയറി. നമുക്ക് 2-3 ഭയ്യമാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിനി പോയിരിക്കും. ഇവര് നമ്മളോട് റൈഡ് വരുന്നവരാണ് കേട്ടോ ലഡാക്കിലേക്ക്. നമ്മുടെ കൂടെ ഉണ്ട് ഇവര്. ഇനി അടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. അടിപൊളി, കീപ് റോക്കിംഗ്. അടിപൊളി അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ദാലിലേക്ക് കേട്ടോ. ശരിക്കും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയ്യ വിൻ്ററിലെ ഫോട്ടോ കാണിച്ചു തന്നായിരുന്നു. പക്ഷെ അത് കണ്ടിട്ട് നമുക്ക് ഈ ലേക്ക് വിൻ്ററിൽ തണുത്തുറഞ്ഞു കിടക്കും. ഇതിൻ്റെ മേളിൽ കൂടെ നടന്ന് നമുക്ക് പോകാം. ആ ഒരു ഫീലൊന്ന് ആലോചിച്ച് നോക്കി. ആ ശിക്കാരയൊക്കെ ഐസ് പൊട്ടിച്ചാണ് പോകുന്നത്. എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ? ഇതുകൊണ്ടോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ വെള്ളത്തിൻ്റെ നടുക്ക്? എന്നാ സെറ്റപ്പാണെന്ന് നോക്കി. ദാലിലേക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദാലിലേക്ക്. വളരെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ചെറുതായിട്ട് തൂക്കുന്നുണ്ട്. ആ ഇതിലുണ്ടല്ലോ, അന്യായം. ഇവിടെ എല്ലാം ടോളുണ്ട്. നമ്മൾ നേരത്തെ 50 രൂപ കൊടുത്തു. ഇപ്പോഴത്തെ ഇവിടെ 100 രൂപ കൊടുക്കണം കയറിനാൽ.
സോൻമാർഗിലേക്ക് ഞങ്ങൾ കയറുകയാണ്. വെൽക്കം ടു സോൻമാർഗ്. അടിപൊളി, സൂപ്പർ സൂപ്പർ. എന്നാ വ്യൂ ആ നോക്കിയോ ഗായ്സ്. ഇതാണ് സോൻമാർഗ് കേട്ടോ ഗായ്സ്. ഓഫ് അച്ഛാ എന്നാ രസമാണ്. ഇവരോട് കൂടി എനിക്കും അറിയാതെ ഹിന്ദിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. മഞ്ഞുപാളികളാണ് ഇത് കാണുന്നത്. ഹാപ്പം പറഞ്ഞായിരുന്നു അപ്പുറത്തെ വശത്ത് മഞ്ഞുപാളികളുണ്ടെന്ന്. നമ്മുടെ ഹോട്ടലാണ് കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. ഓ എന്നാ വ്യൂ ആ നോക്കിയേ. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. സൂപ്പർ സൂപ്പർ. ഓ മഞ്ഞ വ്യൂ കേട്ടോ, മഞ്ഞ വ്യൂ ആണ്. കേട്ടോ ഹോട്ടലിലെ ഫ്രണ്ടിലെ വ്യൂ ആണ് നിങ്ങൾ കണ്ടത് കേട്ടോ. ഓ നമ്മുടെ പാപ്പൻ നമ്മളത് സേഫായിട്ട് എത്തിച്ചിരിക്കുകയാണ്. ഒരു പയ്യ അവിടെ പോയി ഇരിക്കുക കേട്ടോ. അപ്പം നമ്മളത് അടിച്ച് പൊളിക്കാൻ പോവാണ്. നാളെ മുതൽ നമ്മുടെ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വിഷ്വലായിരിക്കും. ഇവരുടെ കൂടെ നമ്മളൊരു അടിപൊളി റൈഡാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അടിപൊളി വീഡിയോസ് നമ്മുടെ പേജിൽ വന്ന് തുടങ്ങും. ഓക്കെ, ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുൻവശമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതിന് മേളിൽ കണ്ടോ മഞ്ഞ് പാളികൾ. എൻ്റെ പൊന്നോ, അത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാമോ അറിയത്തില്ല കേട്ടോ. ഗോപ്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, ശരിക്കും നമുക്കത് ഇതിൻ്റെ സ്ക്രീനിൽ നമുക്കത്ര വിസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംസാരിക്കുന്നത്. ഓഹ് എന്നാ രസമാണ് നോക്കി, എന്നാ വ്യൂ ആണ് നോക്കി. ഓഹ് മാൻ, ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു. അതെ, ഇതൊക്കെ ഒന്ന് അനുഭവിച്ചില്ല കണ്ടല്ലോ. ഓഹ് ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്തുവാന്ന്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓഹ് സ്വർഗത്തിൽ താമസിക്കുന്ന പോലെ തോന്നല്ലേ. ഓടാ, കുതിര ചാടുന്നുണ്ടോ? കുതിര ചാടി അവിടെ നിന്ന് ഓടിച്ചതാ കേട്ടോ. നോക്കി എന്നാ വിഷ്വലാന്ന് നോക്കി. കുതിരയൊക്കെ ഉണ്ടല്ലോ, ചുമ്മാ അതിൽ നടക്കുക. അതെ സത്യം കേട്ടോ. നമ്മളെ പട്ടീനെയൊക്കെ ഓടിച്ചോണ്ട് ഇവിടെ അങ്ങോട്ട് നോക്കി കുതിരേനെ ഓടിച്ചോണ്ട് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. ഹോട്ടലിൻ്റെ എൻട്രി ഇതിലാണ്. നമുക്ക് 221 റൂം നമ്പറാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് പോവാം. റൂം നമ്പർ 221 ആണ് നമ്മുടെ റൂം. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. തുറക്കാൻ പോവാണ്. ഓ സൂപ്പർ സൂപ്പർ. എൻ്റെ പൊന്ന്, ഒരു വെറൈറ്റി റൂം കേട്ടോ. ഓ പിന്നെ എന്നാ ചോദ്യ. ഓ അടിപൊളി കേട്ടോ, അടിപൊളി റൂമാണ്. സൂപ്പർ. Hello everyone, my name is Karan. I am your tour guide. I am not your marshal. Marshal is on the way. He is coming. Okay, so I am from ETR. So what's your name? Anneshar. Okay. Okay. This side. Okay. Yours name? ശരത്. Arun. സുധീർ. He is your riding captain. Okay. Saurabh. റൈഡിംഗ് ക്യാപ്റ്റൻ കേട്ടോ. Welcome. Hi. How are you all? Fine. Fine. When did you guys arrive? We came at 7:30, sir. 7:30. We and 20 minutes. Came here by 6 o'clock, right? 5 of us came here at 6. Okay. So, sorry. Everybody understands Hindi? Yes. Or everybody is okay with We are English? from Kerala. Okay. I'll brief. Everybody is fine with English? Yes. Yes. So I'm going to brief you. I'm sure that everybody of you must have done some research for going to high altitude. Yeah. So from tomorrow onwards, as you are entering high altitude, so kindly drink 4 liters of water minimum per person per day. Okay, it will help you in rehydration, and also like it will prevent the dizziness and other things which happen. So it's very important to drink 4 liter water every day. Okay.
Then secondly, in all the mountain passes wherever we are going, you people are not acclimatized to stay there more than 10 minutes. So kindly don't stay there more than 10 minutes. Otherwise you are going to get heavy head and have some problems. So whenever we go to any pass till last day, remember this, that you have to be there only for 10 minutes, not more than 10 minutes. Then you don't have to overexert yourself. When you are in high altitude, do not run, overexert your body, do the things slowly there. Otherwise it's also going to create some problems. Okay. And then about bikes, you all got your bikes kar diya na? Nahi kiya? So tomorrow morning we will allot you the bikes and helmets and riding gear before to leave. So for mountains especially, I will give you one tip for bike, especially when you are going downhill. In Royal Enfield, as you all know, there is a liner brake. These are BS4 bikes, not the new one. The new one has got disc brake and ABS, so they have liner brakes normal. So do not rely on brakes completely when you are going down. It's going to make the liner hot, and it's going to lose the friction and make the sound. So whenever you are going downhill, you also use the engine braking. If you are in 4th gear, you put 3rd gear. If you are in 3rd, put 2nd gear. 60-70% of the bike will be controlled without brake. You will also get better handling and better grip on the downhill. So don't rely on brake completely, use the engine braking also, that is put the heavy gear to control the bike. Tomorrow we are going to Kargil, which is 120 km from here, and we'll be crossing the first pass of your trip, Zojila Pass. Yeah, so from Zojila Pass you will enter high altitude, which you will leave when you reach Manali. Till the time you reach Manali, your average elevation will be 10,000 feet every day. More and less, but 10,000 will be the minimum. So from tomorrow you are in 10,000 feet every day till the time you reach Manali. That is why you have to drink 4 liter water till the time you are in high altitude. That's the minimum bar. Okay. And for the first 2 days you have to avoid also alcohol. Till the time your body is acclimatized, you reach Leh. Today and tomorrow in Kargil, and day after tomorrow also in Leh. You have to avoid alcohol because this year we had 2 cases. People didn't listen to us and they have to cancel their trip. First they were admitted in hospital in Leh for 2 days, and then they have to fly back from Leh. They couldn't continue their trip. So you are here for riding and your vacation. So I think that should be the priority first. 9 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് താന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടാ വിറക്കുകയാണ് കേട്ടോ. ഇവൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് വന്നത്, എൻ്റെ ഗ്ലൗസും കാര്യങ്ങളും എല്ലാം റൂമിലാണ്. ഇവിടെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പല്ല് തമ്മിൽ കുത്തി അടിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അന്യ തണുപ്പാണ്, അടിപൊളിയാണ്. നമുക്കിനി ഫുഡ് എന്താന്ന് നോക്കാം. 8 ഡിഗ്രി സെൽഷ്യസ് 8 ആയി കേട്ടോ. 8 ഡിഗ്രി ആയി. ഇനി അത് കുറഞ്ഞ് വരുവേ. നമുക്ക് കഴിക്കാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റത്തെ കുറച്ച് ജീരകമുണ്ട്, ടൂത്ത് പിക്ക് ഉണ്ട്, പിന്നെ ദേ ഒരു ചപ്പാത്തി അല്ല, നമ്മുടെ അവിടെ പപ്പടം പോലെയൊക്കെ ഇരിക്കും. പപ്പടത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ. എന്തോ ഒരു റൊട്ടിയാണ് അവരുടെ. പിന്നെ സാലഡ്സ് ഉണ്ട്, കിഴങ്ങ് കൊണ്ടുള്ളൊരു കറിയുണ്ട്, എന്തോ ഒരു കറിയുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എന്തോ ഒരു കറിയുണ്ട്. പിന്നെ പരിപ്പല്ല പയർ കൊണ്ടുള്ളൊരു കറിയുണ്ട്. നല്ല ആവി പറക്കുന്ന സൂപ്പുണ്ട് കേട്ടോ. നല്ല ചിക്കനുണ്ട്. നമ്മുടെ മെക്കാനിക്ക് കേട്ടോ, ഇദ്ദേഹം നമ്മളെ നാളെ ഹെൽപ്പ് ചെയ്യും. ഹായ്, നമുക്കെന്നാൽ കഴിക്കാം. ഒത്തിരി സമയം കളയണ്ട, കഴിച്ചേക്കാം. ഞങ്ങൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നൈസ് ഫുഡായിരുന്നു കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. സൂപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഈ തണുപ്പത്ത് ഇത്രയും 8 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ. അതെ, ആ തണുപ്പത്ത് ചൂട് സൂപ്പൊക്കെ കുടിക്കുക. അതെ, അടിപൊളിയായിരുന്നു. പിന്നെ അതെ, ഞങ്ങളുടെ ക്യാപ്റ്റനെയൊക്കെ പരിചയപ്പെട്ടല്ലോ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മളെങ്ങനെ ഡ്രൈവ് ചെയ്യണം, അതിൻ്റെ രീതിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇനി ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അങ്ങനെ പ്ലാൻ ചെയ്യാവുള്ളൂ. അദ്ദേഹം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നമ്മൾ രാവിലെ പോകുന്നത്. പിന്നെ നമുക്ക് രാവിലെ എത്ര 8 മണിക്ക് 8 മണിയാകുമ്പോഴത്തേനും നാളെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അതെ,
അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ നാളെ നമുക്ക് ബൈക്ക് തരും, റൈഡിങ് ഗിയേഴ്സ് തരും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറഞ്ഞു തരാം കേട്ടോ. അതെങ്ങനെയാണ് ഈ റൈഡിങ് ക്ലബ്ബ് എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നാളെ രാവിലെ പറഞ്ഞു തരാം, എങ്ങനെയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നാളെ മുതൽ അടിപൊളി വീഡിയോസ് ആയിരിക്കും വരുന്നത്. കിട്ടില്ല ഓൾട്ടിറ്റ്യൂഡിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതുവരെയുള്ള ഗ്യാരണ്ടീഡ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് വ്യത്യാസം വരും. ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരിക്കും ഞങ്ങൾ ഓരോ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിൽ സൈനിങ് ഓഫ് ശരത് അരുൺ. താങ്ക് യു സോ മച്ച്.